പാലക്കാട് അഗളി പഞ്ചായത്തിൽ വൻ ട്വിസ്റ്റ്. UDF അംഗം LDFന്റെ പഞ്ചായത്ത് പ്രസിഡന്റായി. 20-ാം വാർഡ് ചിന്നപ്പറമ്പിൽ നിന്നുള്ള UDF അംഗം മഞ്ജുവാണ് കൂറുമാറിയത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ LDFന് 10ഉം UDFന് 9 വോട്ടുമാണ് ലഭിച്ചത്. പ്രസിഡന്റായി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഞാൻ പ്രസിഡന്റായിട്ട് നല്ലൊരു ഭരണം കാഴ്ചവെക്കും. എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തനം കാഴ്ചവെക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തന്നെ ഞാൻ തുടർന്ന് പ്രവർത്തിക്കുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകാനുള്ളത്. സാജിദ്, എങ്ങനെയാണ് ഈ കൂറുമാറാൻ സാധിക്കുന്നത്? ഈ കൂറുമാറ്റ നിരോധന നിയമമൊക്കെ ഉണ്ടല്ലോ, എങ്ങനെയാണ് ഈ വോട്ട് പെട്ടെന്ന് LDFന് കൊടുക്കാൻ ഇവർക്ക് സാധിച്ചത്? ഇത് വോട്ട് കൊടുക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, അവർ പഞ്ചായത്ത് പ്രസിഡന്റായി എന്നുള്ളതാണ്. അത് ഏതെങ്കിലും തരത്തിൽ അബദ്ധത്തിൽ വോട്ട് മാറുകയോ ഇല്ലെങ്കിൽ മറ്റൊന്നുമല്ല. അവർ മുൻകൂട്ടി LDFുമായി ചർച്ച ചെയ്ത് ഇവരെ LDFന്റെ പഞ്ചായത്ത് പ്രസിഡന്റായി ഈ മത്സരിക്കുകയും അതിൽ വിജയിക്കുകയുമാണ് ചെയ്തത്. അവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ 2 തവണയായി LDF ആയിരുന്നു അട്ടപ്പാടിയിലെ അഗളി ഉൾപ്പെടെയുള്ള 3 പഞ്ചായത്തുകളും ഭരിച്ചിരുന്നത്. ഇത്തവണ എല്ലാ പഞ്ചായത്തും LDFന് നഷ്ടമാകുകയും UDFനൊപ്പം വരികയുമാണ് ചെയ്തത്. അഗളി പഞ്ചായത്തിന്റെ കക്ഷിനില തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ UDFന് 10ഉം LDFന് 9ഉം BJPക്ക് 2ഉമാണ്. എന്നാൽ ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ LDFന് 10ഉം UDFന് 9ഉമായി BJP വിട്ട് നിൽക്കുകയും ചെയ്തു. എന്തായാലും ഈ കൂറുമാറ്റ നിരോധന നിയമം സ്വാഭാവികമായും ഇതിൽ വരും. അവർ പറയുന്നത് ആർക്ക് വോട്ട് ചെയ്യണമെന്നോ എന്ത് ചെയ്യണമെന്നോ നേതൃത്വം തന്നോട് പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. തനിക്ക് വിപ്പ് ലഭിച്ചിട്ടില്ലെന്നും പറയുന്നു. ഈ വോട്ടെടുപ്പിന്റെ കാര്യത്തിൽ മാത്രമാണ് വിപ്പ് ബാധകമാകുക. പഞ്ചായത്ത് പ്രസിഡന്റായി ഇവർ മത്സരിച്ച് വിജയിച്ച പശ്ചാത്തലത്തിൽ കൂറുമാറ്റ നിരോധന നിയമം സ്വാഭാവികമായും വരും. അത് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഈ പരാതി UDF നേതൃത്വം കോൺഗ്രസ് നേതൃത്വം നൽകാനാണ് സാധ്യത. അവർ കൈപ്പത്തിയിൽ തന്നെ ഈ വിജയിച്ചു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അവരെ അയോഗ്യയാക്കി കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിന് പോലും അവർക്ക് മത്സരിക്കാനുള്ളൊരു അവസരം നിഷേധിക്കപ്പെടുകയും ചെയ്യും. നൗഫൽ, സാജിദ്, ഇത് ഇവർക്കൊക്കെ അറിവുള്ള കാര്യമാണല്ലോ. ഏറ്റവും ചുരുങ്ങിയത് LDFന്റെ നേതാക്കൾക്കെങ്കിലും അറിവുള്ള കാര്യമായിരിക്കണമല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഇതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നവർ മനസ്സിലാക്കേണ്ടതല്ലേ? തീർച്ചയായും LDF നേതൃത്വം അറിയാതെ അവർക്ക് LDFന്റെ ഈ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പാണ്. അത് വളരെ കുറഞ്ഞ കാലത്തിന് മാത്രമേ ഇവർക്ക് പ്രസിഡന്റായി ഈ തുടരാൻ കഴിയുകയുള്ളൂ. പിന്നീട് സ്വാഭാവികമായും അയോഗ്യയാക്കി കഴിഞ്ഞാൽ അടുത്ത ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ വിവിധ വാർഡുകളിൽ ഈ മെമ്പർമാർ മരിക്കുകയോ രാജിവെക്കുകയോ ഒക്കെ ചെയ്ത ഒഴിവിലേക്കായി ഉപതെരഞ്ഞെടുപ്പ് വരും. ആ ഉപതെരഞ്ഞെടുപ്പിനൊപ്പം ഈ അഗളി പഞ്ചായത്തിന്റെ 20-ാം വാർഡിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കും. അതിൽ പിന്നീട് LDF വിജയിക്കുകയാണെങ്കിൽ ഈ തുല്യ ഈ ശക്തികളായി LDFും UDFും മാറും. ഇല്ല, UDF ആണ് വിജയിക്കുന്നതെങ്കിൽ അധികാരത്തിൽ UDF തന്നെ വരും. ഇന്ന് വളരെ കുറഞ്ഞ കാലത്തേക്കുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. എന്തായാലും അയോഗ്യയാക്കപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റായ മഞ്ജു എന്ന വ്യക്തിക്ക് ഈ 6 വർഷത്തേക്കാണ് സാധാരണ വരിക. അങ്ങനെയാണെങ്കിൽ അവർക്ക് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിന് പോലും മത്സരിക്കാൻ കഴിയാത്ത വിധമുള്ള അയോഗ്യതയാണ് വരിക. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നാണ് UDF നേതൃത്വം വ്യക്തമാക്കുന്നത്. സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്.